ബാംഗ്ലൂരിനെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കെന്നത്തെ എന്ന കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല ചെയ്ത ശ്വേത എന്ന പെൺകുട്ടി. എന്തായിരുന്നു ഇതിനുള്ളൊരു മൂലകാരണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രണയസാഫല്യത്തിനാണ്. അവർക്ക് എന്തിനേക്കാൾ ഉപരി തൻ്റെ പ്രണയഭാജനമായിട്ടുള്ള കെന്നത്തിനെ ലഭിക്കണം. സ്നേഹം, പ്രണയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ, അന്തരംഗങ്ങളിൽ സഹജമായുള്ളൊരു സംഗതിയാണ്. ആ പ്രണയം, ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവും. ഒരു സ്നേഹം, ഒരു പ്രണയം, അത് എന്തിനോടുമാവട്ടെ, ലെറ്റ് ഇറ്റ് ബി, സംടൈംസ് അതൊരു കാമുകിയോടാവാം, കാമുകനോടാവാം, ഒരു സാധനങ്ങളോടാവാം, ഒരു വ്യക്തിയോടാവാം, എന്തുമാവട്ടെ, അത് നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം കാരണം ഒരു വെറുപ്പുളവാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൊലപാതക ശ്രമം, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാനുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ ആ പ്രണയം നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതുണ്ട്. അവിടെ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതൊരു വ്യക്തി എന്ന നിലയിൽ മനസ്സിലാക്കണം. ഇത് വെറും കേവലം ഈ കൊലപാതകത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു സഹജമായിട്ടുള്ള ആ ഒരു പ്രണയം എന്തിനോടാണ് എന്ന് ഒരാവർത്തി മനസ്സിലാക്കുക. അതിനുശേഷം ആ പ്രണയം നമ്മളൊരു നല്ല മനുഷ്യനാക്കാൻ, ഒരു മനുഷ്യത്വമുള്ള ഒരാളാക്കാൻ വേണ്ടി, ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം ഉളവാക്കുന്ന, നമ്മളും സ്നേഹമുള്ളൊരു വ്യക്തിയാവാൻ വേണ്ടി എത്രത്തോളം അത് നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അഥവാ ഇല്ലെങ്കിൽ അതിനെ ഇട്ടേച്ചു പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു.